സർക്കാരിന്റെ ഭരണാനുമതി പോലും ഇല്ലാതെ തറക്കല്ലിട്ട തൃശൂർ KSRTC സ്റ്റാൻഡ് നവീകരണം നീളും. ചെലവ് 12 കോടിയിലേറെയാകുമെന്നതിനാൽ ടെൻഡറിന് മാസങ്ങളെടുക്കും. അതിവേഗം നിർമ്മിച്ചാലും 1.5 കൊല്ലത്തിലേറെയാകും. ദീർഘവീക്ഷണമില്ലാതെയാണ് സ്റ്റാൻഡിലെ പെട്രോൾ ബങ്ക് നിർമ്മാണമെന്നും MLA കുറ്റപ്പെടുത്തി. ദീർഘവീക്ഷണമില്ലാതെ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചതോടെ KSRTC സ്റ്റാൻഡിലെത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് വെയിലത്തും മഴയിലും ദുരിതം. മഴ പെയ്താൽ ചെളിക്കുളമായി പുറത്തിറങ്ങാനും കഴിയുന്നില്ല. KSRTC സ്റ്റാൻഡിന്റെ ദുരിതം മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും ബോധ്യപ്പെടുത്തും. ഗതാഗത മന്ത്രിയെ സ്ഥലത്ത് കൊണ്ടുവരും. രാജൻ പല്ലൻ MLA നവകേരള സദസ്സിലൂടെ അനുവദിച്ച 7 കോടിയും 3 കോടിയോളം MLA ഫണ്ടും ഉപയോഗിച്ചാണ് ആധുനിക രീതിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്നലെ വരെ ഇതിന് ഭരണാനുമതി ലഭിച്ചിട്ടില്ലെന്ന് സ്ഥലം സന്ദർശിച്ച രാജൻ പല്ലൻ MLA പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കെട്ടിടം പൊളിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. KSRTCക്ക് വരുമാനം ലഭിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പോലും ഇല്ലാതെയാണ് 3.21 ഏക്കർ സ്ഥലത്തെ പ്ലാൻ.